ഇങ്ങനെ ഫോൺ നോക്കി കിടന്നാൽ പോരാ, നമുക്ക് സ്റ്റഡി ടേബിൾ ക്ലീൻ ആക്കിയാലോ. പുതിയ ബുക്കെല്ലാം കിട്ടാനല്ലോ പോകുന്നത്. അപ്പം സ്റ്റഡി ടേബിളെല്ലാം സെറ്റാക്കി വെക്കണ്ടേ. ഫോൺ നോക്കിയത് മതിയാത്ത. സ്കൂൾ കൂട്ടി പിന്നെ രണ്ടാളും ഫോണിതാ. ഒരാളെ കിടന്നിട്ട് നോക്കും, ഒരാളെ കിടന്നിട്ട് നോക്കും, ഒരാളെ കിടന്നിട്ട് നോക്കും, ഒരാളെ കിടന്നിട്ട് നോക്കും. ഇതാണ് അവസ്ഥ. ഇവർക്കൊരു പണി കൊടുക്കാം നമുക്ക്. ഇവരെ സ്റ്റഡി ടേബിൾ ഇവർ തന്നെ ക്ലീൻ ആക്കി സെറ്റാക്കി വെക്കട്ടെ. 2 ദിവസം ബുക്കൊക്കെ കിട്ടാൻ പോകുന്നു. ബുക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബുക്കെല്ലാം സ്റ്റഡി ടേബിളെല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി വെക്കണ്ടേ നമുക്ക് തുടങ്ങിയാലോ. നിന്റെ സ്റ്റഡി ടേബിൾ നീ ക്ലീൻ ആക്കണം. നിന്റെ സ്റ്റഡി ടേബിൾ നീ ക്ലീൻ ആക്കണം. പഴയ ബുക്കെല്ലാം അതിന് ആവശ്യമില്ലാത്തെല്ലാം ഒരു ബാഗിലാക്കി വെക്കാം. പഴയ ബാഗില്ലേ അതിലെല്ലാം ആക്കി വെക്കാൻ, എന്നിട്ടെല്ലാം സെറ്റാക്കി വെക്കാം. ഫോൺ ഒഴിവാക്ക് വരൂ. അപ്പോൾ ഇതാണ് ഗൈസ് ഒരാളെ സ്റ്റഡി ടേബിൾ. ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ട്. ഇതെല്ലാം ക്ലീനാക്കി സെറ്റാക്കി വെക്കണം. ഇവള് കുറച്ചെല്ലാം ക്ലീൻ ഉണ്ടാവും. ഇവള് പിന്നെ കുറച്ചെല്ലാം അടുക്കും ചിട്ടെല്ലാം ഉണ്ട്. ഇവൾ കൂർത്തോള്. ഇവൾക്ക് തീരെ അടുക്കും ചിട്ടയും ഇല്ല ഗൈസ്. ഓക്കെ, പഴയ ബുക്കെല്ലാം എടുത്തിട്ട് നീ ഈ ഒരു ബാഗിൽ വെക്കും. ഓക്കെ, വേണ്ടാത്ത ബുക്കെല്ലാം എടുത്തിട്ട് വെക്ക്. വേസ്റ്റെല്ലാം എടുത്തിട്ട് ഒരു പട്ടയിലിട്ട് കളയാം. ഓക്കെ, ഈ ബുക്കെല്ലാം ആവശ്യം വരും. എന്തെങ്കിലും പിക്ചർ ഇട്ടിട്ട് ഒട്ടിക്കാനെല്ലാം പറ്റില്ലേ. ഈ എക്സാം ബോർഡെല്ലാം നല്ല നല്ലൊരു ബോക്സിലാക്കി വെക്ക്. ഈ കണ്ടല്ലേ എക്സാം ബോർഡ് നിന്റെ സ്റ്റഡി ടേബിൾ ഒരു സൈഡിൽ നല്ല വെക്കും. അപ്പോൾ ഇവർ ഫുൾ ടൈം ഫോൺ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവരെന്നെ ഇവരെ സ്റ്റഡി ടേബിളിനെ ക്ലീൻ ആക്കി വെക്കട്ടെ. അതല്ല നല്ലത്. അത്ര ടൈം ഇവർ ഫോൺ ഒഴിവാക്കുമല്ലോ. പിടിക്കുന്ന ബുക്ക് ഇതിൽ വെക്ക്. ഞാൻ കൊണ്ടുതരാം. പിന്നെ എഴുതാത്ത നോട്ട്ബുക്കെല്ലാം മാറ്റി റഫ് നോട്ട്ബുക്കെല്ലാം ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ബാഡ്ജെല്ലാം ഇട്ട് കേട്ടോ. അതുവരെ കഴുതിട്ട് പോകണം. അപ്പോൾ കളയേണ്ടത് ഇതെല്ലാം ഒരു ഓർമ്മയില്ലേ. ഇതേപോലെ സ്റ്റോറി ടൈലിങ്ങനെ കൂടിയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ താമട്ടാ ഇതെല്ലാം വെക്ക്. സ്റ്റഡി ടേബിളിൽ തന്നെ വെക്ക്. സ്റ്റഡി ടേബിളിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നീ തന്നെ അങ്ങനെ കടലാസെല്ലാം കയറിയിട്ട് എപ്പോൾ നല്ല നീറ്റിലായിരിക്കണം സ്റ്റഡി ടേബിൾ. ഓക്കെ, ഇവിടെ വരെ എത്തി. ബുക്കെല്ലാം ആവശ്യമില്ലാത്ത ബുക്ക് എഴുതാത്ത നോട്ട്ബുക്കെല്ലാം മാറ്റി വെക്കണം. റഫ് നോട്ടായിട്ട് ഉപയോഗിക്കാമല്ലോ എഴുതാത്തല്ലോ. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഇതിൽ ഇവർ യൂസ് ആക്കിയിട്ട് കടയിലൊക്കെ സാധനമാണ്. ഒന്നും ഇവർ കൊണ്ടുപോകില്ല. ഇതിനെല്ലാം പുതിയ തന്നെ കൊടുക്കണം. ഒന്നും എടുക്കൂല. ഇതാണ് ഇവരുടെ പരിപാടി. ഇതൊന്നും ഇനി യൂസ് ആക്കൂലല്ലോ. എന്നിട്ട് ഇതെല്ലാം യൂസ് ആക്കിയിട്ട് നല്ല കൈനാലേ പുതിയത് എടുക്കാൻ പാടില്ല. ഇവർ ഒറ്റക്കല്ലായിട്ടാണ് ഞാൻ ഹെൽപ്പാക്കുന്നുണ്ട്. വരാൻ ഇവർക്ക് ഒറ്റക്കൊന്നും അറിയില്ലത്. അങ്ങനെ വൃത്തിയേടാക്കി വെച്ചിട്ടുണ്ട്. വെക്കേഷനിൽ വെച്ചിട്ട് ഇങ്ങനെ വൃത്തിയേടാക്കണം. ഗൈസ് ഇവളെ സ്റ്റഡി ടേബിളിൽ ഉണ്ടായ കച്ചറയാണ് തന്നെ കേട്ടോ. കടലാസം ഉണ്ടല്ലോ. ഇവളെ പണിയായി തന്നെ കടലാസ് കയറി ഓരോന്നും ഉണ്ടാക്കി കളിക്കരുത്. ക്രാഫ്റ്റ് ചെയ്തിട്ട് കടലാസ് ഇങ്ങനെ കയറിയില്ല. ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അതിന് ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് ഇതിൽ വെക്കാം. ഇതിൽ ബുക്ക് വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ ബുക്കെല്ലാം എവിടെയല്ല സ്റ്റഡി ടേബിൾ. ഇവളയിൽ ഒന്ന് പേപ്പർ ഉണ്ട്. കുറച്ച് വലിയ സ്റ്റഡി ടേബിൾ ആണ് കേട്ടോ. ഇതിന് ഇനി പേപ്പേഴ്സൊക്കെ ഒന്ന് തിരിച്ചു കൊടുക്കണം. സനാൻ്റെ സ്റ്റഡി ടേബിൾ ഞാൻ പേപ്പറൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നീറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേപ്പർ വിരിച്ചതാണ്. ഇതിപ്പോൾ വേസ്റ്റൊക്കെ വാരണം അത്ര വേസ്റ്റ്. ഞാനിത് ഇവർക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കുന്നു. സ്റ്റഡി ടേബിളെല്ലാം റെഡിയാക്കി വെച്ച് അങ്ങനെ കുറച്ച് വേസ്റ്റ് എനിക്ക് ചെത്തി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ റെഡിയാക്കി കൊടുത്തു. ഇതൊക്കെ കളയാമെന്ന് വിചാരിച്ചു. അതിൻ്റെ വേസ്റ്റ് അതൊക്കെ ചെത്തുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ട്. അതൊക്കെ നല്ലത്. ഇതൊക്കെ കളഞ്ഞാന്ന് പറഞ്ഞു. സ്റ്റോറി ടെല്ലിംഗിന് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സനാൻ്റെ സ്റ്റഡി ടേബിൾ കേട്ടോ. ഫുള്ള് സെറ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഇവർക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റഡി ടേബിളിൻ്റെ കോലമൊക്കെ അങ്ങ് മാറിക്കോളും. ഓക്കെ, ഇപ്പോൾ ഇതാ നല്ല സെറ്റപ്പാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്കിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ. ഇനിയിപ്പോൾ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്കെല്ലാം സെറ്റാക്കി വെക്കാനേ ഉള്ളൂ. അപ്പം ഇനി ലിബാൻ്റെ കാണിച്ചു തരാം. ബൂട്ടിൻ്റെ ഇതുപോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതെന്തെന്ന് ഇത് ഒരു പെണ്ണാണ്. ഇതിപ്പോ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. കൊടുത്തു. മാജിക് പെന്നാ. ഓ, കുറച്ച്
ഐസ്ക്രീം വരും. അപ്പോൾ ഇതാണ് ലിബാൻ്റെ സ്റ്റഡി ടേബിൾ അല്ലേ ലിബു ഇനി ബുക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിൽ സെറ്റാക്കി വെക്കും. ഒരാൾ സ്റ്റഡി ടേബിൾ ഞാൻ ഒരു റൂമിലല്ല വെച്ചത് ഗൈസ്, ഒരാൾ ഹാളിലും ഒരാൾ റൂമിലും. കാരണം ഇവർ ഹോംവർക്ക് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹോംവർക്ക് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹോംവർക്ക് അല്ല ഗൈസ് നടക്കൽ, ഫുൾ അടിയോടടി. അതുകൊണ്ട് മാറ്റി വെച്ചു. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി എല്ലാവരും സ്റ്റഡി ടേബിളൊക്കെ സെറ്റാക്കി വെച്ചോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.